നമ്മളൊക്കെ ഇന്നും റെഫറൻസ് ആയിട്ട് എടുക്കുന്ന സിനിമകളാണ് 90s ലേറ്റ് 80s ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് കംപ്ലീറ്റ് സിനിമ എന്ന് പറയുന്നത്. ആസ് എ റൈറ്റർ ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് എഴുതാൻ ഏറ്റവും കൊതി ആ കാലഘട്ടത്തിൽ ഹിറ്റായ പല സിനിമകളും നമ്മൾ സ്വപ്നം പോലെ കാണും. അതുപോലെ സിനിമ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റണമെന്ന്. അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് ഇപ്പോൾ കിരീടം പോലൊരു സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ജനറേഷൻ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ആ കഥേനെ അഡാപ്റ്റ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ റെഫറൻസ് ഒക്കെ ഞങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ ഈ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും അത് കാണുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിന് ഒരു ഭയങ്കര നൊസ്റ്റാൾജി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം അത് മഞ്ഞുമൽ ബോയ്സിൽ ഈ പറയുന്ന നമ്മുടെ കൺമണി അൻപോട് വന്നപ്പോൾ നമ്മളത് ഒരുപാട് ആഘോഷിച്ചാണ്. അതുപോലെ ഒരുപാട് സിനിമകളിൽ അപ്പം ഞങ്ങൾ ഈ സിനിമയിൽ ശരിക്കും ഈ പറയുന്ന 93 കാലഘട്ടം ചെയ്തപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തതാണ്. എന്തുകൊണ്ട് മണിച്ചിത്രത്താഴ് റിലീസാണ്, നമ്മുടെ ഒരു പടത്തിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ തന്നെ മണിച്ചിത്രത്താഴിലുള്ള റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ടും കൂടെയാണ്. അത്രയും വലിയ ഹിറ്റ് തന്ന ആ ഫിലിം മേക്കേഴ്സിനുള്ള ട്രിബ്യൂട്ടും കൂടെയാണത്.